ഇന്ന് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നവരാണ്. എവിടേക്കാണ് പോകുന്നത്? അന്ന് ദൈവം ഹാഗറിനോട് ചോദിക്കുകയാണ്, ഹാഗറേ, എവിടേക്ക് പോകുന്നു? ഇന്ന് ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, എവിടേക്ക് പോകുന്നുവെന്ന്. ആ മന്ത്രി രാജാവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന് രാജാവിനോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. വിശ്വാസത്തെപ്പറ്റി സംസാരിക്കുകയാണ്. രാജാവേ, ദൈവം സത്യമാണ്. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്. ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല രാജാവേ. ദൈവത്തെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇല്ല രാജാവേ. ദൈവം നിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല രാജാവേ. നിനക്ക് പിന്നെന്താണ്, ഭ്രാന്താണോ? ദൈവത്തെ നീ കണ്ടിട്ടില്ല, ദൈവത്തെ നീ ഇതുവരെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല, പിന്നെ ദൈവമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ രാജാവ് തൻ്റെ അടുക്കലിരുന്നതായ ഒരു വടിയെടുത്തു. എന്നിട്ട് അത് മന്ത്രിയുടെ കയ്യിൽ കൊടുത്തു. ഇതെന്തിനു നിനക്ക് തന്നുവെന്നറിയാമോ? നീ എത്ര ഭോഷനാണെന്ന്, എത്ര വിഡ്ഢിയാണെന്ന് ഈ വടി നിന്റെ കയ്യിൽ കാണുമ്പോൾ നീ തിരിച്ചറിയണം. മാത്രമല്ല, നിന്നേക്കാൾ വലിയ ഭോഷനായ മറ്റൊരു വ്യക്തിയെ നീ എന്നെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ അന്ന് ആ വ്യക്തിക്ക് ഈ വടി കൊടുക്കണം. അന്നുവരെ നീ മനസ്സിലാക്കണം, ഈ ഭൂമിയിലുള്ള സകല വിഡ്ഢികളിലും ഏറ്റവും വലിയ വിഡ്ഢി നീയായിരിക്കുന്നു. അതുകൊണ്ട് ഈ വടി പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായ മന്ത്രിയുടെ കയ്യിലേക്ക് രാജാവ് ആ വടി കൊടുത്തു. മന്ത്രി അത് ഏറ്റുവാങ്ങി. മനസ്സിലായോ? നിന്നെപ്പോലെ വിഡ്ഢി ആരുമില്ല. മനസ്സിലായി രാജാവേ. കുറേ കാലങ്ങൾക്ക് ശേഷം രാജാവിനൊരു രോഗം ബാധിച്ചു. രാജാവ് കിടപ്പിലായി. രാജ്യത്തിലുള്ള സകല വൈദ്യന്മാരും വന്നു രാജാവിനെ രക്ഷിക്കുവാൻ നോക്കുകയാണ്. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ മന്ത്രി രാജാവിൻ്റെ അരികിൽ തന്നെയുണ്ട്. ഡോക്ടേഴ്സിനോട്, വൈദ്യന്മാരോട് ചോദിച്ചു, രാജാവിൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണെന്ന്. അവർ പറഞ്ഞു, ഒന്നും ചെയ്യാൻ കഴിയില്ല, രാജാവിനെ രക്ഷിക്കാൻ കഴിയില്ല, അദ്ദേഹം ഉടനെ തന്നെ മരിക്കും എന്ന് പറയാനിടയായി. മന്ത്രി വളരെ വേദനയോടെ രാജാവിൻ്റെ അരികിൽ നിൽക്കുന്നു. അപ്പോൾ രാജാവ് മന്ത്രിയോട് പറയുകയാണ്, മന്ത്രി, ഞാൻ പോവുകയാണ്, ഞാൻ കടന്നു പോവുകയാണ്. അതെന്താണ് രാജാവേ? അങ്ങ് ചിരഞ്ജീവിയാണ്, അങ്ങ് ദീർഘകാലം ജീവിക്കും. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ നിങ്ങളെന്നെ ജീവിപ്പിച്ചത്. ഡോക്ടർ പറഞ്ഞതെല്ലാം തന്നെ ഞാൻ കേട്ടു. ഞാൻ പോവുകയാണ്. രാജാവേ, പോവുകയാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ, എവിടേക്കാണ് പോകുന്നത്? രാജാവിൻ്റെ മറുപടി, അറിയുകയില്ല മന്ത്രി. എവിടേക്ക് പോകുന്നുവെന്ന് അറിയില്ലേ? അറിയില്ല മന്ത്രി. അങ്ങ് പോകുന്ന ഇടത്ത് അങ്ങയെ സ്വീകരിക്കുവാനായിട്ട്, അങ്ങയെ റിസീവ് ചെയ്യുവാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ രാജാവേ എന്ന് മന്ത്രി ചോദിക്കുവാനിടയായി. അറിയില്ല മന്ത്രി. പോകുന്നുവെന്ന് പറഞ്ഞല്ലോ, പോയാൽ പിന്നെ തിരിച്ചു വരുവാനുള്ള എന്തെങ്കിലും അവസരമുണ്ടോ രാജാവേ? അറിയില്ല മന്ത്രി. പിന്നെ എന്താണ് രാജാവേ അങ്ങ് സംസാരിക്കുന്നത്? ഒരു കാര്യം മാത്രം എനിക്കറിയാം. എന്താണ്? ഞാൻ പോവുകയാണെന്ന്. എന്താണ് രാജാവേ? പോവുകയാണെന്ന് പറഞ്ഞു. എവിടേക്ക് പോകുന്നുവെന്നറിയുകയില്ല, അവിടെ എത്ര കാലം നിൽക്കുമെന്നറിയില്ല, അവിടെ എന്തു ചെയ്യുമെന്നറിയില്ല, ആരങ്ങയെ സ്വീകരിക്കുവാൻ വരുന്നുവെന്ന് അങ്ങയ്ക്കറിയില്ല. അതേ മന്ത്രി. രാജാവേ, അങ്ങൊന്നും വിചാരിക്കരുത്. എന്താണ്? എന്നെക്കാൾ വിഡ്ഢിയായ ഭോഷനായ ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ ഈ വടി അവൻ്റെ കയ്യിൽ കൊടുക്കുവാൻ അങ്ങ് പറഞ്ഞിരുന്നല്ലോ, അങ്ങയ്ക്ക് തന്നെ തരികയാണ്. രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. അതെന്താണ് മന്ത്രി? അങ്ങ് തന്നെ പറഞ്ഞല്ലോ, എന്നെക്കാൾ ഭോഷനായ ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ വടി കൊടുക്കുവാൻ. ഇപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ കാണുന്നത് ഏറ്റവും ഭോഷനായ മനുഷ്യൻ അങ്ങ് തന്നെയാണ്. എവിടേക്ക് പോകുന്നുവെന്ന് അങ്ങയ്ക്കറിയില്ല, എവിടെ താമസിക്കാൻ പോകുന്നുവെന്നറിയില്ല, അവിടെ എത്ര കാലം നിൽക്കുമെന്ന് അങ്ങയ്ക്കറിയില്ല, അവിടെ ആരോടൊപ്പം ആയിരിക്കുമെന്ന് അങ്ങയ്ക്കറിയില്ല, ആരങ്ങയെ സ്വീകരിക്കുന്നുവെന്ന് അങ്ങയ്ക്കറിയില്ല. എന്നാൽ അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങയെപ്പോലൊരു വിഡ്ഢിയായ മനുഷ്യൻ മറ്റാരുമില്ല എന്ന്. രാജാവേ, എനിക്കറിയാം. എന്തറിയാം? ഞാൻ മരിക്കുകയാണെങ്കിൽ എവിടേക്ക് പോകുമെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ മരിച്ചുപോയാൽ ഞാൻ ആരെ കണ്ടുമുട്ടാനിടയാകുമെന്ന് എനിക്കറിയാം. ഞാൻ മരിച്ചുപോയാൽ നിത്യമായി ആരോടൊപ്പം വസിക്കാൻ പോകുന്നുവെന്ന് എനിക്കറിയാം. എവിടെ നിൽക്കാൻ പോകുന്നുവെന്ന് എനിക്കറിയാം. എത്ര കാലം അവിടെ നിൽക്കുമെന്ന് എനിക്കറിയാം. ആരോടൊപ്പം താമസിക്കാൻ പോകുന്നുവെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള എന്നെ വിഡ്ഢിയാണെന്നങ്ങ് പറഞ്ഞു. എന്നാൽ ഈ ദിവസം അങ്ങ് ഒരു വിഡ്ഢിയായി മാറിയിരിക്കുന്നു.
മന്ത്രി, അന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അത്ര കണക്കാക്കിയില്ല. ഒരു നിമിഷം കൂടെ പറയാമോ? ഈ ലോകയാത്ര അവസാനിച്ചാൽ നീ ആരെയാണ് കണ്ടുമുട്ടാൻ പോകുന്നത്? ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അവിടെ ചെല്ലുമ്പോൾ നീ ആരെ കാണും? ആരാണ് നിന്നെ സ്വീകരിക്കുന്നത്? ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നെ സ്വീകരിക്കും. ആരോടൊപ്പം വസിക്കും? നിത്യമായി എന്നെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിനോടൊപ്പം ഞാൻ വസിക്കുവാനിടയാകും. എത്ര കാലം വസിക്കും? യുഗങ്ങൾ യുഗങ്ങൾ അവിടെ തന്നെ വസിക്കും. എനിക്കറിയാം രാജാവേ. മന്ത്രി, ആ യേശുവിൻ്റെ അരികിലേക്ക് എനിക്കും പോകണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ഒന്നും ചെയ്യേണ്ടതായ കാര്യമില്ല രാജാവേ. പിന്നെ എന്താണ്? ആ കർത്താവായ യേശുക്രിസ്തുവിനെ അങ്ങ് വിശ്വസിച്ചാൽ മതി. ആ വിശ്വാസം കൊണ്ട് കർത്താവ് അങ്ങ് നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. വേദപുസ്തകത്തിൽ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർ അവർ ആരും തന്നെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവർ രക്ഷിക്കപ്പെടുവാൻ ദൈവം അതിനുള്ള അവസരത്തെ എല്ലാവർക്കും നൽകിയിരിക്കുന്നു. സ്വർഗത്തിലേക്ക് കടക്കുവാൻ നീ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു. എന്താണ് ചെയ്തത്? ഞാനും നിങ്ങളും ചെയ്തതായ പാപത്തിനു വേണ്ടിയുള്ള സകല ശിക്ഷയും അനുഭവിച്ചു. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്? ഞാൻ നിനക്ക് വേണ്ടി ശിക്ഷ വഹിച്ചു. നീ അത് വിശ്വസിച്ചാൽ മതി. നീ വിശ്വസിച്ചാൽ മാത്രം മതി. നീ ചെയ്ത സകല പാപങ്ങളും കർത്താവ് നിന്നോട് ക്ഷമിക്കും. പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും നീ കൈക്കൊള്ളണമേ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞു. കർത്താവെ, പ്രാർത്ഥിക്കുന്ന കൈനീട്ടുന്ന എല്ലാവരുടെയും കൈകളെ നീ അന്ത്യത്തോളം പിടിക്കണമേ. ഈ ലോകയാത്ര അവസാനിപ്പിക്കുന്ന അതേ നിമിഷത്തെ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നിന്റെ നിത്യരാജ്യത്തിലേക്ക് ചേർക്കണമേ. അത്യാഗ്രഹത്താൽ നിറയപ്പെട്ട, സുഖഭോഗങ്ങളാൽ നിറയപ്പെട്ടതായ ജീവിതം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. കർത്താവേ, നിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിൽ കൂടി കർത്താവേ, നീ നൽകുന്നതായ സന്തോഷകരമായ, സമാധാനകരമായ, സുഖകരമായ ജീവിതം അത് എല്ലാവർക്കും അനുഭവിക്കാൻ സഹായിക്കണമേ. കർത്താവ്, ഇത്രയും നാൾ നിന്നെ വിട്ടകന്ന് ജീവിച്ച എല്ലാ മക്കളും തിരികെ വന്ന ഈ ദിവസം മുതൽ നിന്റെ മക്കളായി ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.